നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ മകന്റെ ഗുരുവായൂർ സന്ദർശനം വലിയ വാർത്തയാണ്. ഒരിക്കൽ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് അകത്താണോ ലവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച പിണറായി വിജയന് തക്ക മറുപടി മക്കൾ നൽകി എന്നാണ് ടി പി സെൻകുമാർ അടക്കമുള്ളവർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്തിനാണ് പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ അവിടെ ഒരു സന്ദർശനത്തിനെത്തുന്നു? ക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം ആരെങ്കിലും പകർത്തിയാൽ ഇത്ര അസ്വസ്ഥതപ്പെടുന്നത് എന്താണ്? ഇത്രയും കാലം വിശ്വാസിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന പിണറായി വിജയന്റെ മകൻ വിശ്വാസിയായി എന്നത് ഒരു മോശമായി ഇവിടുത്തെ ഹൈന്ദവ സമൂഹം കാണില്ല. പക്ഷെ പിണറായി വിജയൻ അത് മോശമായി തോന്നുന്നത് കൊണ്ടാണോ മകനെ ഇത്ര അതീവ രഹസ്യമായി ക്ഷേത്രത്തിലെത്താൻ അവിടെയുള്ള ദേവസ്വം ബോർഡിനും ഒക്കെ അവിടുത്തെയുള്ള ഗുണ്ടകൾക്കുമൊക്കെ അവർ സംരക്ഷിക്കാനുള്ള അവസരം, അവർക്ക് അഴിഞ്ഞാടാനുള്ള അവസരം കൊടുത്തെന്ന ചോദ്യം സ്വാഭാവികമായി ചോദിച്ചാൽ അതിനെ കുറ്റം പറയാൻ കഴിയില്ല. പിണറായി വിജയന്റെ മകൻ കുടുംബം എല്ലാവരും ചേർന്ന് കഴിഞ്ഞ ദിവസമാണ് ക്ഷേത്രത്തിൽ സന്ദർശനത്തിനെത്തിയത്. വിഷയം അതീവ രഹസ്യമായി ദേവസ്വം ബോർഡ് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിലെത്തിയ ജനം TV റിപ്പോർട്ടർ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോഴാണ് വിവേക് കിരണിനെ കാണുന്നത്. ഉടനെ അദ്ദേഹം ക്യാമറയിൽ വിഷ്വൽസ് പകർത്താനായി ശ്രമിക്കുമ്പോൾ തന്നെ ജനം TV ക്യാമറാമാനെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ടുപോയി അയാളുടെ ഫോണിലുള്ള എല്ലാ ദൃശ്യങ്ങളും നശിപ്പിക്കുകയാണ്. സത്യത്തിൽ പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ എന്ന ആളെ നമുക്ക് ആർക്കും പരിചയമില്ല, ആരും കണ്ടിട്ടുമില്ല, ആരാണിതെന്ന് ആർക്കും അറിയുകയുമില്ല. ഇത്ര രഹസ്യ സ്വഭാവത്തോടെ പിണറായി വിജയന്റെ മകൻ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനും ഉത്തരമില്ല. എപ്പോഴെങ്കിലും ചില ഡീലുകളുടെയൊക്കെ ഒരു ഇടനിലക്കാരനായി ദുബായിൽ അദ്ദേഹം ഉണ്ട് എന്ന തരത്തിൽ ചിലപ്പോൾ പറഞ്ഞു കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സത്യം എന്താണ് എന്ന് വ്യക്തമായി അറിയില്ല. ഏതായാലും വിവേക് കിരൺ എന്തിനാണ് മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ ഇത്ര അകലം പാലിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ എന്താണ് ഭയക്കാനുള്ളതെന്നും അറിയില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എന്തെങ്കിലും കാരണമുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ ക്ഷേത്രത്തിൽ വന്നത് ഇങ്ങനെ അതീവ രഹസ്യമായി സൂക്ഷിച്ചത്. നമുക്കറിയാം, കോടിയേരി പണ്ട് കാടാമ്പുഴയിൽ പൂമൂടാൻ പോയത് വലിയ വാർത്തയായിരുന്നു. ഈ ഇടതുപക്ഷ നേതാക്കന്മാർക്കൊക്കെ ഈശ്വരവിശ്വാസം ഉണ്ട് എന്ന് പറയുന്നത് എന്തോ മോശപ്പെട്ട കാര്യമാണ് എന്ന തോന്നലാണ് ഇടതുപക്ഷത്തെ ഹിന്ദു നേതാക്കന്മാർക്കുള്ളത്. ക്രൈസ്തവർക്കോ മുസ്ലിംസിനോ അത് പ്രശ്നമല്ല താനും. അവരവരുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ ഹൈന്ദവർ മതേതരത്വത്തിൻ്റെ മുഖ്യ സുവിശേഷകർ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അവർ ചെയ്യുന്ന സ്വന്തം സ്വത്വത്തെ തള്ളിപ്പറയലാണ്. അതിൻ്റെ ആദ്യപടിയാണ് ക്ഷേത്രങ്ങളില്ല, അമ്പലങ്ങളില്ല, ദൈവങ്ങളില്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ ആചാരങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും മടങ്ങിയെത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അച്ഛന് വിശ്വാസമില്ലെങ്കിലും, അച്ഛൻ ക്ഷേത്രങ്ങളിൽ പോയില്ലെങ്കിലും, ക്ഷേത്രങ്ങളെയും ഹൈന്ദവ ബിംബങ്ങളെയും ഒക്കെ പരിഹസിച്ചാലും മകൻ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ പോലും അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ടി പി സെൻകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നതെന്ന് ചോദിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ മകനും കുടുംബവും തന്നെ ഉത്തരം നൽകിയിരിക്കുകയാണ് എന്നാണ് ടി പി സെൻകുമാർ പറയുന്നത്. മകനും കുടുംബവും ഗുരുവായൂരപ്പനെ ദർശിച്ചു മടങ്ങി. ദർശനം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു എന്നുള്ളത് പ്രത്യേകിച്ചും വോട്ടെണ്ണൽ 4-ാം തീയതി ആയിരിക്കുമ്പോൾ വളരെ സ്വാഭാവികമാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇനി ശ്രീ പിണറായി വിജയൻ മകനോട് ചോദിച്ചാൽ കൃഷ്ണൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മകൻ അറിയാം. കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ശ്രീ പിണറായി വിജയൻ തൂണിലും തുരുമ്പിലും എല്ലാം കൃഷ്ണൻ വസിക്കുന്നു. അതിലൊരു മകന് മനസ്സിലായിട്ടുമുണ്ടാകും. ഇതുപോലെയാണ് ശ്രീ VS അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാറും അദ്ദേഹവുമൊത്ത് പല പ്രാവശ്യം ഞാൻ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഹിന്ദുമതത്തെ ഇത്രയധികം പുറകോട്ടടിച്ച ഈ നേതാക്കന്മാരുടെ മക്കൾ എന്തുകൊണ്ടാണ് ദൈവവിശ്വാസികളായി മാറുന്നത്? അത് ആദ്യം അവരുടെ പാർട്ടി ഒന്ന് ചർച്ച ചെയ്യട്ടെ. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും MA ബേബിയും അതുപോലെ ഡബിള് റഹീമും ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണിത്. തങ്ങളുടെ പാർട്ടി നേതാക്കന്മാരുടെ മക്കൾ എന്തുകൊണ്ട് ഹിന്ദു ഈശ്വര വിശ്വാസികളായി മാറുന്നു എന്നുള്ളത് പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സെൻകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഈശ്വരവിശ്വാസമുള്ളത് നല്ലത് തന്നെയാണ്. ഞാനും ഒരു വലിയ കടുത്ത വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഈശ്വരവിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും കഴിയില്ല. നമുക്കറിയാം, വലിയ വിശ്വാസിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കോടിയേരി ബാലകൃഷ്ണൻ കാടാമ്പുഴയിൽ പൂമൂടാൻ പോയത് വലിയ വാർത്തയുണ്ടായതാണ്. അങ്ങനെ ഇപ്പോൾ പലപ്പോഴും ക്ഷേത്രവിശ്വാസികളൊക്കെ തന്നെയാണ് ഇവർ. പക്ഷേ ജനങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഞങ്ങൾക്കൊന്നും വിശ്വാസമില്ല എന്നുള്ളതാണ്. അത് ഹിന്ദു സഖാക്കന്മാർക്ക് മാത്രമാണ് ഇങ്ങനെ വിശ്വാസമില്ല എന്ന് ആ പാർട്ടിയിൽ പറയേണ്ടി വരുന്ന അവസ്ഥയുള്ളത്. മുസ്ലിം സഖാക്കൾക്കും ക്രിസ്ത്യൻ സഖാക്കൾക്കും അത് ഒരു പ്രശ്നവും അവരുടെ പാർട്ടിയിൽ ഉണ്ടാക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈന്ദവരെയും ഹൈന്ദവ ബന്ധങ്ങളെയും ആക്ഷേപിക്കുന്ന പരിപാടി പിണറായി വിജയനും കൂട്ടരും ഇടതുപക്ഷ നേതാക്കന്മാരും തുടർന്നാലും അവരുടെ മക്കളൊന്നും അങ്ങനെയല്ല. അവരുടെ മക്കളെ അവർ വളർത്തിയിരിക്കുന്നത് നന്നായി തന്നെയാണ് എന്ന് തന്നെയാണ്.